ശിവാനി. ഗോവിന്ദ, കൊച്ചുളിയ ആദ്യം പോയി ശിവാനി എവിടെയാണെന്ന് നോക്ക്. ശരി. കാത്തിരിക്കായിരുന്നു ഞാൻ. ഇപ്പോഴാണ് ഒരു അവസരം കിട്ടിയത്. ഇതോടെ അവളുടെ ജാതകം ഞാൻ മാറ്റിയെഴുതും. അമ്മായി എന്താ നിങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? ലക്ഷ്മി ദേവി തന്നെ കൈയും കാലും കെട്ടി നമ്മുടെ ബാഗിൽ ഇരിക്കല്ലേ. അവര് നമ്മൾ ഒരു കാരണവശാലും ചതിക്കില്ല. പോലീസുകാരൻ നമ്മളെ പിടിച്ച് ജയിലിലിട്ട് അവിടെ വെച്ച് കൈയും കാലും തല്ലി ഓടിച്ചാലോ? അമ്മായി, ഈ കാശുണ്ടല്ലോ അതൊരു മാജിക്കൽ പേപ്പർ പോലെയാ. അതുകൊണ്ട് നമ്മുടെ മുന്നിലേക്ക് ഒരു പുലി വന്നാ അതിനെ എലിയാക്കി മാറ്റാം നമുക്ക്. ഇപ്പൊ കണ്ടോളൂ ഏതൊക്കെ പുലികളെയാണ് നമ്മളെ എലികളാക്കി മാറ്റാൻ പോകുന്നതെന്ന്. അതൊക്കെ ശരി തന്നെ മോളെ. എന്നാലും നമ്മൾ ഈ കാണിച്ചിരിക്കുന്നത് തെറ്റല്ലേ? അമ്മാവാ, നമ്മൾ ചെയ്തത് തെറ്റാണെന്ന് വിചാരിച്ചോണ്ടിരിക്കുകയാണോ? അയ്യോ, ഇല്ലാത്തവരുടെ കയ്യിൽ നിന്നും എടുത്താ അത് തെറ്റാണ്. പക്ഷെ ഉള്ളവരുടെ കയ്യിൽ നിന്നും എടുത്തു കഴിഞ്ഞാലേ അതൊരിക്കലും തെറ്റാവില്ല. ഇത്രയും നാളും നമ്മൾ ഈ നാടകത്തിൽ അഭിനയിച്ചിട്ടേ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. ഇപ്പൊ നോക്കിക്കേ, ഐശ്വര്യലക്ഷ്മി നമ്മുടെ ജീവിതത്തിലേക്ക് എൻട്രി ആയ ഉടനെ തന്നെ ദരിദ്രലക്ഷ്മി നമ്മുടെ ജീവിതത്തിൽ നിന്നും അങ്ങ് പോയി. നോക്കമ്മാവാ, ഭാഗ്യലക്ഷ്മി നമ്മുടെ വീട്ടിലേക്ക് വന്ന് വാതിൽ തട്ടിയിട്ട് ഞാൻ അകത്തേക്ക് വരട്ടെ എന്ന് ചോദിക്കുമ്പോ ഇന്ന് വേണ്ട നാളെ വാ എന്ന് നമ്മൾ പറഞ്ഞാലേ അത് നമ്മൾ ചെയ്യുന്ന തെറ്റല്ലേ അമ്മാവാ? നമ്മള് 3 പേരുടെയും ഹൃദയവും കിഡ്നിയും എല്ലാം വിറ്റാലും ഇനി വേറൊരാളെ കൂടെ നമ്മളെ വിറ്റാലും ഇത്രയും കാശ് നമുക്ക് കിട്ടാൻ പോകുന്നില്ല. ചെറിയൊരു എഫേർട്ട് എടുത്തപ്പോ തന്നെ ഇത്രയും കാശ് നമ്മുടെ കയ്യിൽ വന്നു. നമ്മുടെ ലൈഫ് ചേഞ്ച് ആവാൻ പോവാ. അത് നമ്മൾ ഇല്ലാതാക്കാൻ പാടില്ല. നമുക്ക് അർഹതയില്ലാത്ത ഈ പണം നമുക്ക് വേണോ മോളെ? ഇത് തിരിച്ചു കൊടുത്തിട്ട് നമുക്ക് ഈ നാട് വിട്ട് തന്നെ പോയേക്കാം. അമ്മാവാ, നാട് വിട്ട് പോവല്ല വേണ്ടത്, നമുക്ക് ഏതെങ്കിലും ഒരു നാടങ്ങ് വാങ്ങിക്കളയാം. നമ്മൾ എങ്ങോട്ട് പോവും? ആദ്യം ഒരു കട്ടൻ ചായ കുടിച്ചിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാം. എന്തുപറ്റി? അല്ല, എന്തിനാ വിളിച്ചേ? എവിടെ പോയടാ അവള്? ആര്? അവള് നീ നിന്റെ ഭാര്യയാണെന്ന് പറഞ്ഞ് ഒരുത്തിയെ കൂട്ടിക്കൊണ്ടുവന്നില്ലേ? അവള് തന്നെ. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടായിരിക്കും. വിളിച്ചാ മതി, വരും. ശിവാനി, ശിവാനി. ശിവാനി ഇവിടെ എവിടെയും കാണാനില്ല മോനെ. അത് മാത്രമല്ല കൊച്ചുളിയ, അവളുടെ ആന്റി അങ്കിളും മിസ്സിംഗാ. അതുപോട്ടെ, അവരിവിടെ കാണാത്തതിനും നിങ്ങൾ എന്നെ ഇപ്പൊ വിളിച്ചതിനും തമ്മിലുള്ള ബന്ധം എന്താ? ബന്ധമോ? ഈ ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന പണോ ആഭരണവും ഇല്ല. ശിവാനി ഇവിടെ കാണുന്നില്ല. അതൊക്കെ ശരി. അത് ശിവാനി തമ്മിൽ എന്താ ബന്ധമുള്ളത്? അവളില്ലാത്ത സമയത്ത് ഇതൊന്നും കാണുന്നില്ലെന്ന് വെച്ചാൽ എന്താണ് അതിന്റെ അർത്ഥം? ഒന്നുമല്ലെങ്കിൽ ആരെങ്കിലും എടുത്ത് അത് മാറ്റി വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ കട്ടിട്ടുണ്ടാവും. അതും കീ ആരുടെ കയ്യിലാണോ ഇരിക്കുന്നത് അവർക്ക് മാത്രമേ അത് സാധിക്കൂ. ഇന്നലെ പാമ്പ് പിടുത്തക്കാർക്ക് പൈസ കൊടുക്കാൻ പറഞ്ഞ അവളുടെ കയ്യിലേക്ക് കീ ഏൽപ്പിക്കുന്ന കാര്യം നിനക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഇപ്പൊ ഇതാ കാശുമില്ല, ആഭരണവുമില്ല, അവളുമില്ല. ഈ സ്വത്തുക്കളൊക്കെ ശിവാനിയുടേതല്ലേ? അവൾ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? ശരി, അങ്ങനെയാണെങ്കിൽ അവളുടെ അങ്കിളും ആന്റി എവിടെ? അവരെ കാണുന്നില്ല ഇവിടെ. അവൾ ഈ വീട്ടിലേക്ക് വന്നപ്പോ മുതൽ എനിക്ക് സംശയം ഉണ്ടായിരുന്നാണ് അവൾ ഈ വീടിന്റെ മരുമകളല്ല എന്നുള്ള കാര്യത്തിൽ. അന്നേ ഞാൻ പറഞ്ഞിരുന്നൊരു കാര്യമാണ്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നതിന് മുമ്പ് എല്ലാവരും ജാഗരൂകരായിരിക്കണമെന്ന്. അന്ന് ഞാൻ പറഞ്ഞ ആരും വിശ്വസിച്ചില്ല. ഇനിയിപ്പോ അനുഭവിച്ചു. ഓക്കെ, നിങ്ങൾ എന്റെ ശിവാനെ പറ്റി വെറുതെ തോന്നിയാസം പറഞ്ഞുണ്ടാക്കരുത്. അവൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യയില്ല, അതിലെനിക്ക് സംശയമില്ല. ശരി, എന്നാ അവൾക്ക് ഫോൺ ചെയ്, എന്നിട്ട് വേഗം അങ്ങോട്ട് വരാൻ പറ. ശരി, അങ്ങനെ ചെയ്താ പോരെ. അമ്മാവാ, ഓ ചായ വാങ്ങിട്ട് വാ.
ചെറുക്കൻ എന്തിനാ ഈ സമയത്ത് ഇപ്പൊ എന്നെ വിളിക്കുന്നേ? ആരെ മോളെ? നമ്മുടെ സീറോ. ഷോ, പണം എടുത്ത കാര്യം അവൻ ഉറപ്പായിട്ട് മനസ്സിലായിണ്ടാവും. ഇപ്പൊ ഇവക്ക് ഫോൺ ചെയ്തു. അടുത്തത് പോലീസായിട്ടായിരിക്കും വരുന്നത്. അപ്പൊ പണം നമ്മുടെ സ്വന്തം ആവുന്നതിന് മുമ്പ് നമ്മളെ പോലീസുകാർ പിടിച്ചോണ്ട് പോവോ? അമ്മായി, ഡോണ്ട് വറി. വൈ ഫിയേഴ്സ് വെൻ ഷൈലു ഈസ് ഹിയർ? ഞാൻ ഇവന്റെ കോളേ എടുക്കാനേ പോകുന്നില്ല. എന്തേ അവള് ഫോൺ എടുക്കുന്നില്ല അല്ലേ? അവള് നിന്റെ ഫോൺ എടുക്കാൻ പോകുന്നില്ലടാ. കാരണം എന്താന്ന് വെച്ചാ ഇത് കട്ടിരിക്കുന്ന ശിവാനിയാ. ശിവാനി, നീ എവിടെയാണെങ്കിലും വേഗം വീട്ടിലേക്ക് വാ. നിന്നെ ഇവിടെ എല്ലാവരും തെറ്റിദ്ധരിച്ചിരിക്കുക. തെറ്റിദ്ധാരണയല്ല, സത്യം എല്ലാവർക്കും മനസ്സിലായിരിക്കുന്നു പറ. എന്തോ മെസ്സേജ് അയച്ചിട്ടുണ്ടവൻ. ശിവാനി, നീ എവിടെയാണെങ്കിലും വേഗം വീട്ടിലേക്ക് വാ. നിന്നെ ഇവിടെ എല്ലാവരും തെറ്റിദ്ധരിച്ചിരിക്കുക. ഇവന് വേറെ ഒരു പണിയില്ലെന്നാ തോന്നുന്നേ. ഇവൻ വിളിച്ച ഉടനെ ഞാൻ വീട്ടിലേക്ക് പോണത്ര. ഓ വേ, ചാൻസേ ഇല്ല. അമ്മാവാ പോ. ഇവിടെ ജീവിക്കാൻ വന്നവരാണെങ്കിൽ അവരെവിടെ പോയാലും തിരിച്ചിങ്ങോട്ട് തന്നെ വരും. പക്ഷെ ഇവിടുന്ന് പോകാൻ വേണ്ടി വന്നവരാണെങ്കിൽ അവരിനി ഒരിക്കലും തിരിച്ചു വരാൻ പോകുന്നില്ല. ഇവളും അങ്ങനെ തന്നെയാണ്. അവളിനി വരാൻ പോകുന്നില്ല. തൃശൂൽ, നീ വീട്ടിലേക്ക് വിളിച്ചോണ്ട് വന്നത് ഫ്രോഡിനെയാണ്. നോക്കിയേ, അവളെ പറ്റി ആവശ്യമില്ലാത്തത് പറയരുത്. അവളെന്റെ ഭാര്യ. ഓഹോ, ഭാര്യ. എടാ, ഒരു ഭാര്യയും സ്വന്തം ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ഒരു മോഷണവും നടത്താറില്ല. ഹേ ഭോലനാഥ, നാഗലോക ജീവിതത്തിൽ ഒരു മറുപുറം കൊണ്ടുവന്നുവോ ത്രിലോകനാഥേശ്വര, ത്രിനേത്ര. തുടങ്ങിക്കഴിഞ്ഞു ശരിക്കുമുള്ള യുദ്ധകാഹളം. നാടകത്തിന്റെ തിരശീല ദൂരെ പോയാൽ ദുഷ്ടക്കൂട്ടങ്ങൾ അധികരിച്ചു പോകും. ഹേ ത്രയംബകേശ്വര, എന്താണിത്? തന്റെ തന്നെ സ്വത്തുക്കൾ മോഷ്ടിച്ചവൾ കള്ളിയാണോ, യജമാനയാണോ, അഥവാ മോഷ്ടിച്ചതും ഒരു നാടകമാണോ? അവൾ അവകാശിയാണോ അതോ കള്ളിയാണോ? മഹാദേവ, നാഗിനിയുടെ ജീവിതത്തിൽ മറ്റൊരു ഭാഗം തുറന്നല്ലോ. നാഗിനിയുടെ ജീവിതത്തിന്റെ മറ്റൊരു ഭാഗം തുറന്നുവല്ലോ. മഹാദേവ, പാമ്പിന്റെ പടം പൊഴിയും പോലെ നാടകത്തിന്റെ തിരശീലയും അടിഞ്ഞു വീണല്ലോ. എല്ലാം നിന്റെ ഇച്ഛ, എല്ലാം നിന്റെ ലീലയാണ് മഹാദേവ, എല്ലാം നിന്റെ ഇച്ഛ. ഒരുപക്ഷെ അവളാണ് ഈ കളവ് നടത്തിയതെങ്കിൽ അവള് നിന്റെ ഭാര്യയേ അല്ല. എന്താ അമ്മ ഇതൊക്കെ? എന്റെ ഭാര്യയെ കുറിച്ച് ഇവര് ആവശ്യമില്ലാത്തതൊക്കെ പറയുന്നത് കേട്ടില്ലേ? നമ്മുടെ ശിവാനി അങ്ങനെയൊന്നും ചെയ്യില്ല മോനെ, അതെനിക്കും അറിയാം. പക്ഷേ ഇവിടെ വന്നത് ശിവാനി തന്നെയാണോന്ന് എനിക്കിപ്പോ നല്ല സംശയമുണ്ട് മോനെ. ഇവിടെ ഇന്ന് സംഭവിച്ചതിനും ഇവര് ചെയ്യുന്നതിനുമെല്ലാം എവിടെയോ എന്തോ കുഴപ്പമുണ്ടല്ലോ. അത് മനസ്സിലാവുന്നില്ലല്ലോ. അല്ല, വേറെ ആരെങ്കിലും കാശ് കട്ടോണ്ട് പോയിട്ട് ശിവാനിക്ക് ചീത്തപ്പേരുണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്തതായിരിക്കുവോ? അതായത് അവളുടെ കയ്യിലിരുന്ന കീ കട്ടുകൊണ്ട് പോയിട്ട് വേറെ ആരോ ഈ പണവും ആഭരണവും ഒക്കെ മോഷ്ടിക്കുകയാണ് അല്ലേ അമ്മേ? ഇതൊന്നും സത്യമല്ല. ഞാനത് വിശ്വസിക്കുകയില്ല. ഇത് ചെയ്ത് വേറെ ആരെങ്കിലും വേറെ ആരുമല്ല, ആ വന്ന ഫ്രോഡുകൾ തന്നെയാ. നമ്മളെ എല്ലാം ഒരുമിച്ച് കബളിപ്പിച്ചിട്ട് പോയിരിക്കുക. അവൾ ഇനി ഒരു കാരണവശാലും തിരിച്ചു വരില്ല, വരില്ല, വരില്ല. മാംസോ? എന്താ മോളേത്? ഒരുമാതിരി കൾച്ചറില്ലാത്ത പോലെ. സ്നേഹത്തോടെ അമ്മാവാന്ന് വിളിച്ചൂടെ? നമ്മളിപ്പോ കാശുകാരാ.
അതുകൊണ്ട് തന്നെ നമ്മളെ റേഞ്ചും ആറ്റിറ്റ്യൂഡൊക്കെ അതിനനുസരിച്ച് വേണം മോംസ്. അതുകൊണ്ട് ഇനി മുതല് ഇത് അമ്മാവനല്ല മോംസ്. സമ്മതിച്ചു. അമ്മായി അമ്മായി തന്നെയാണല്ലോ അല്ലേ, അതിന് മാറ്റമൊന്നുമില്ലല്ലോ. അല്ല, അമ്മായിയെ അമ്മായി നമുക്ക് പങ്കജ് എന്ന് വിളിക്കാം. അയ്യോ ശൈലു, ഇതൊക്കെ പഴയ സ്റ്റൈലാ. എനിക്കൊരു പുതിയ പേര് കണ്ടുപിടിക്ക്, വയസ്സ് കുറച്ച് കാണിക്കുന്ന ഒരു പേര്. ഷൈലു, വെറും പേര് മാത്രമാക്കണ്ട. പങ്കജക്കുട്ടി, പങ്കജമോളെ, പങ്കജക്കുട്ടി എന്നൊക്കെ വിളിക്കേ. ഇതാ ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് ഓൾഡ് ആറ്റിറ്റ്യൂഡാണുള്ളതെന്ന്. അല്ല, നമ്മുടെ കയ്യിലെ ഇപ്പൊ കോടിക്കണക്കിന് രൂപയാണ് വന്നിട്ടുള്ളത്. അത് നന്നായിട്ട് എൻജോയ് ചെയ്യാതെ നിങ്ങൾ ഇങ്ങനെ പേരിന്റെ പേരും പറഞ്ഞ് വഴക്കടിച്ചോ. എങ്ങോട്ട് പോയാലും ഈ നാടകക്കാരുടെ ബുദ്ധിയല്ലേ കാണിക്കൂ. വീട് മോളെ, വിട്ടുകള. കോടിക്കണക്കിനുണ്ടെങ്കിലും കുടിക്കുന്നത് കട്ടനല്ലേ, ജാത്താലുള്ളത് തൂത്താ മാറോ. ഞാനിപ്പോ എന്താ ആലോചിച്ചോണ്ടിരിക്കുന്നതെന്നറിയോ? ഇപ്പൊ നമ്മളെ റോഡിൽ കൂടി ഓടുന്ന ജീപ്പ് സൈഡിൽ വെച്ച് അതിലിരുന്ന് ടീ കുടിച്ചോണ്ടിരിക്കുക. എന്നാ നാളെ ആകാശത്തിലെ പറക്കുന്ന വിമാനം വാങ്ങിച്ചിട്ട് അത് സ്വന്തമാക്കിയിട്ട് അതിലിരുന്ന് നല്ല സൂപ്പർ ചായ കുടിക്കുന്നത്. ശിവാനി മാഡല്ലേ അത്? മാഡം, എന്താ മാഡം നിങ്ങളിവിടെ? മേഡോ? എന്നെ മനസ്സിലായില്ലേ മാഡം? ഞാൻ നിങ്ങളുടെ ലോയറാണ്. ഓ, ലോയർ. ലോയർ, മനസ്സിലായി. അത് പെട്ടെന്ന് വന്ന് സംസാരിച്ചപ്പോ മനസ്സിലായില്ല. നിങ്ങൾ ഇവിടെ കണ്ടപ്പോ എനിക്കും ആശ്ചര്യമായി. കുറച്ചു ദിവസം മുമ്പ് നിങ്ങളുടെ ഫാദറിനെ വിളിച്ചിട്ട് സ്വത്തുക്കളെല്ലാം നിങ്ങളുടെ പേരിലേക്ക് ആക്കണമെന്ന് പറഞ്ഞു. അവരെടുത്ത തീരുമാനം എന്തുകൊണ്ടും ശരിയാണെന്ന് എനിക്കിപ്പോ മനസ്സിലായി. ഞാൻ ഡോക്യുമെന്റ്സ് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ചിലയിടത്തൊക്കെ നിങ്ങളുടെ സിഗ്നേച്ചറിന്റെ ആവശ്യമുണ്ട്. അതുകൂടി ആയാൽ എല്ലാ സ്വത്തുക്കളും നിങ്ങളുടെ പേരിലേക്ക് രജിസ്ട്രേഷൻ ആവുന്നതാണ്. പിന്നെ എല്ലാം നിങ്ങളുടേതാണ്. എല്ലാം എന്റേതാന്ന് പറഞ്ഞ അതെത്രയാ സർ? നിങ്ങളുടെ ഫാദറിനോട് ആസ്തി എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയില്ല? 2000 ഏക്കറോളം വരുന്ന കാപ്പിത്തോട്ടം, കോടികൾ വില മതിക്കുന്ന ഫ്ളാറ്റുകൾ, എക്സ്പോർട്ടിംഗ് ആൻഡ് ഇമ്പോർട്ടിംഗ് ഫേംസ്, അവരിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന റിയൽ എസ്റ്റേറ്റ് പ്രോജക്റ്റുകൾ, അവരുടെ സ്ഥാപന ജംഗമ വസ്തുക്കളെല്ലാം നിങ്ങളുടെ പേരിലേക്കാവും. സർ, ഇതെല്ലാം കൂടെ കൂട്ടുമ്പോ ഏകദേശം എത്ര വാല്യൂ വരും സർ? അതൊരു 7-8. വെറും 7-8 കോടിയോ? അതല്ല, 8000 കോടിയോളം വില മതിക്കും. ഇത്രയും കോടിക്കണക്കിനോ? 7-8,000 കോടിയോ? എന്റെ അമ്മേ, അതായത് നമ്മുടെ വീട് മുഴുവൻ നിറയുന്ന അത്രയും കാശോ? അതെണ്ണിക്കഴിയാൻ തന്നെ ചുരുങ്ങിയതൊരു 10 വർഷമെങ്കിലും വേണ്ടി വരും. ഒരാളുടെ സ്ഥാനത്ത് അവരെ പോലെ ഇരിക്കുന്ന മറ്റൊരാളെ കൊണ്ടുവന്ന് അവരെ പോലെ ബിഹേവ് ചെയ്യാൻ പറയുന്നത് ഒരു വലിയ കുറ്റകൃത്യമാണെന്ന് അന്നേ നിന്നോട് ഞാൻ പറഞ്ഞു. ആ ക്രൈം ഇവിടെ നടന്നിരിക്കുക. ശരി, അതെല്ലാം പോട്ടെ. എല്ലാവരുടെ മുമ്പിൽ ആദ്യം വന്ന് ശിവാനി മരിച്ചു പോയെന്ന് പറഞ്ഞതും നീയാ. അവളുടെ അസ്ഥി കൊണ്ടുപോയി ജലത്തിൽ ഒഴുക്കിയതും നീയാ. എന്നിട്ട് അവൾ മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഒരുത്തിനെ തിരിച്ചു കൊണ്ടുവന്ന് വീട്ടിൽ താമസിപ്പിച്ചതും നീ. ശരി, നീ തന്നെ പറ, ഇതിൽ ഏതാണ് സത്യമായത്? എന്നെ കല്യാണം കഴിക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ഒരാളെ ഇവിടേക്ക് കൊണ്ടുവന്നു ഞാൻ പറയുന്നില്ല തൃശൂർ. അവരെ കണ്ടു കഴിഞ്ഞപ്പോ എനിക്കൊരു വീട്ടുകാരിയായി തോന്നിയതേ ഇല്ല. എനിക്കും അതെ. അത് ഞങ്ങള് പറഞ്ഞാൽ തെറ്റാവോന്ന് കരുതി പറഞ്ഞില്ലെന്നേ ഉള്ളൂ. മതി, എല്ലാവരും ദൈവത്തെ ഓർത്തൊന്ന് നിർത്തോ. നോക്ക്, നിങ്ങളെല്ലാവരും ചേർന്ന് ശിവാനിക്ക് സ്വഭാവ സർട്ടിഫിക്കറ്റ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അവൾ എവിടെയാണെങ്കിലും ശരി, അവളെ പോയി അന്വേഷിച്ച് കണ്ടുപിടിച്ച് കൊണ്ടുവരും ഞാൻ ഇവിടേക്ക്. അവൾ നിന്റെ ഭാര്യയാണെന്നുണ്ടെങ്കിൽ നീ പോയി അവളെ തിരിച്ചു കൂട്ടിക്കൊണ്ടുവരേണ്ട യാതൊരു ആവശ്യവുമില്ല. അല്ല, അങ്ങനെ തന്നെയല്ലേ? ശിവാനിയും ഈ വന്നവളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് പറയാം.
കാരണം ഇവിടെ വന്നപ്പോൾ മുതൽ അവൾ അമ്പലത്തിൽ പോയിട്ടില്ല, ഒരു പൂജാകർമ്മങ്ങളും നടത്തിയിട്ടില്ല. അത് ശിവാനി ആയിരുന്നെങ്കിൽ അവൾ ആ ആചാര കർമ്മങ്ങളെല്ലാം നന്നായി ചെയ്യുമായിരുന്നു. പിന്നെ അന്ന് എല്ലാവരുടെയും കണ്ണിപ്പൊടിയിടാൻ വേണ്ടി ഒരു ദിവസം ഒരു പൂജ ഏതാണ്ട് ചെയ്തു. ശിവാനിയുടെ പെരുമാറ്റത്തിൽ പോലും ലാളിത്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇവളുടെയോ നേരെ തിരിച്ചു. അവള് പൊന്നായിരുന്നെങ്കിൽ ഇവള് വെറും കാക്കപ്പൊന്ന. ശിവാനിയുടെ സംസ്കാരവും പെരുമാറ്റവും കണ്ടാൽ നമുക്ക് കൈ കൂപ്പാൻ തോന്നും. എന്നാൽ ഇവളെ കാണുമ്പോണ്ടല്ലോ കൈ കൂപ്പാനല്ല തോന്നുന്നത്. അല്ല മോനെ ധനജയ, നീ ശിവാനിയെ കണ്ടിട്ടില്ലേലും പിന്നെ നീ അവളെ പറ്റി ഇത്ര കറക്റ്റായിട്ട് എങ്ങനെ പറയുന്നു? അമ്മേ, അമ്മ ഇതേ ചോദ്യം തന്നെയല്ലേ അന്നും ചോദിച്ചത്. ഞാൻ അതിന് ഉത്തരവും പറഞ്ഞു. ശിവാനി എങ്ങനെയാണ് അവളുടെ സ്വഭാവം എന്നെന്ന് മനസ്സിലാക്കാൻ അവളെ കാണേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളെല്ലാം തന്നെ പറയുന്നല്ലേ ശിവാനിയുടെ സ്വഭാവ ഗുണങ്ങൾ എങ്ങനെയാണ്, അവളുടെ പെരുമാറ്റം എങ്ങനെയാണെന്നൊക്കെ. അത് വെച്ച് ഞാൻ അവളെ സങ്കല്പിച്ചെന്ന് മാത്രം. അവൾക്കുണ്ടായിരുന്ന സ്വഭാവ ഗുണങ്ങൾ ഇവൾക്കുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ല, നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. അന്യരുടെ സ്വത്ത് വിഷമാണെന്ന് കരുതിയ ശിവാനി എവിടെ കിടക്കുന്നു, അന്യരുടെ സ്വത്ത് അപഹരിക്കാൻ നോക്കിയ ഇവൾ അവിടെ കിടക്കുന്നു. നോക്ക്, നിങ്ങൾ വീണ്ടും വീണ്ടും അത് തന്നെ പറയണ്ട. ഞാൻ നേരത്തെയും പറഞ്ഞു, ദേ ഇപ്പോഴും പറയുന്നു, എന്റെ ശിവാനി ഒരിക്കലും ഇങ്ങനെ ഒന്നും ചെയ്യാൻ സാധ്യതയില്ല. അവൾ തിരിച്ചു വരിക തന്നെ ചെയ്യും. വന്നെങ്കിലല്ലേ? അവള് വന്നില്ലെങ്കിലോ? വന്നിരിക്കും. അവള് വന്നില്ല എങ്കിൽ ഞാൻ കാണിച്ചു തരുന്ന പെൺകുട്ടിയുടെ കഴുത്തിൽ താലി ചാർത്താൻ നീ തയ്യാറാണോ? നിങ്ങൾ പറയുന്നത് പോലെ തന്നെ ചെയ്യും. താലി കെട്ടാൻ പറഞ്ഞ കിട്ടും, ജീവൻ വെടിയാൻ പറഞ്ഞ അതും ഞാൻ ചെയ്യും. അവള് വന്നില്ല എങ്കിൽ മാത്രം. സാർ, നിങ്ങൾ ഈ പറയുന്നതെല്ലാം നിങ്ങളുടെ ഈ മൊട്ടത്തലയാണ് സത്യമാണോ? കോർട്ടിൽ ജഡ്ജിയാണ് തീർപ്പ് കൽപ്പിക്കുന്നത്. ഇവിടെ ലോയറായ നിങ്ങളാണ്. ഞാൻ ഈ പറഞ്ഞതെല്ലാം 100% സത്യമാണ്. നിങ്ങളുടെ മുഖം കണ്ടാൽ അറിയാം ഒന്നിനോടും ഒരു വ്യാമോഹമില്ലാത്ത സാധാരണ ആളുകളാണെന്ന്. ഇനി ഒരാഴ്ചക്കുള്ളിൽ ഈ സ്വത്തുക്കളെല്ലാം നിങ്ങളുടെ പേരിലേക്ക് രജിസ്ട്രേഷൻ ആവും. കോർട്ടിൽ പോവാൻ സമയമായി. ഞാൻ എന്നാ ചെല്ലട്ടെ. ആ ഫയൽ തരും. ഞാൻ കൂടെ തരാം. ശരി ശരി. എത്രയും പെട്ടെന്ന് നിങ്ങൾ ജഡ്ജ് ആവട്ടെ. ഈ പറഞ്ഞ 7000 കോടിക്ക് ഒരു വലിയ ഐലൻഡ് വാങ്ങിച്ചിട്ട് ഇവിടെ മഹാറാണിയായിട്ട് എനിക്ക് കഴിയായിരുന്നു. അത് കളഞ്ഞ് കൈ കിട്ടി ചില്ലറ കാശ് എടുത്തിട്ട് വന്നല്ലോ. അടിപൊളി ടേസ്റ്റുള്ള ബിരിയാണി ചെമ്പ് നിറച്ചിരിക്കുമ്പോ അടുത്തിരുന്ന് ഒരു പാത്രത്തിലെ പഴങ്കഞ്ഞി എടുത്ത് കുടിച്ച പോലായി പോയല്ലോ. 7-8,000 കോടി എവിടെ? ഞാൻ എടുത്തോണ്ടുവന്ന ചില്ലറ കാശ് എവിടെ? ലക്ഷ്മി ദേവി തന്നെ നമ്മുടെ ചുമലിൽ ഇരിക്കാമെന്ന് പറഞ്ഞപ്പോ നമ്മള് വേണ്ടെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞല്ലോ. ഞാൻ ഏത് ജന്മത്തിൽ ചെയ്ത എന്ത് പുണ്യാണോ എന്തോ, ഈ ജന്മത്തിലെ ഭാഗ്യം ഒന്നിനു പുറകെ ഒന്നായിട്ട് വന്നോണ്ടിരിക്കുകയാണല്ലോ. ആ ദൈവം കൊടുത്തു കളയാന്ന് ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാലേ നമ്മള് വേണ്ടാന്ന് പറഞ്ഞാലും തരും, വേണമെന്ന് പറഞ്ഞാലും തരും. ദൈവത്തിന്റെ കാര്യം വിടുമോളെ, നമ്മുടെ കാര്യത്തെ കുറിച്ച് പറ. അടുത്ത പ്ലാൻ എന്താണെന്ന് തീരുമാനിക്കേ. അയ്യോ, രാത്രി മുഴുവൻ ഇരുന്ന് രാമായണം വായിച്ചിട്ട് നേരം വെളുക്കുമ്പം കൃഷ്ണൻ ദേവകിയുടെ ആരാന്ന് ചോദിച്ച പോലെ ആയല്ലോ. നിങ്ങൾ പറയുന്ന പഴഞ്ചൊല്ലൊക്കെ തെറ്റാ. അയ്യോ, അതൊക്കെ വിട്ടേക്ക്. വാ, ആദ്യം നമുക്ക് വീട്ടിലേക്ക് പോകാം. പെട്ടെന്ന് വാ. ഷൈലു, ഒരു മിനിറ്റ്. വേണ്ട, എന്റെ 6th സെൻസ് പറയുന്നു നമ്മൾ ആ വീട്ടിലേക്ക് തിരിച്ചു പോകണ്ടെന്ന്. ഈ പൈസ തന്നെ മതിമോളെ നമുക്ക്. മാംസ്, 1000 കോടിയുടെ പണം നമ്മുടെ കയ്യിൽ വെറുതെ വെച്ച് തരുമ്പോ അത് വേണ്ടാന്ന് പറയുന്നത് തെറ്റല്ലേ? പാവം, അവർക്ക് വിഷമമാവില്ലേ? ഒരു കാര്യം ചെയ്താലോ, നിങ്ങൾ രണ്ടുപേരും ജീവിതകാലം മുഴുവൻ കിട്ടുന്ന കാശൊക്കെ എണ്ണിക്കൊണ്ടേയിരുന്നോ? ഷൈലു, ഈ സമയത്തിനുള്ളിൽ നമ്മളാണ് മോഷ്ടാക്കൾ എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി കാണും. പോലീസിൽ ഇപ്പോൾ തന്നെ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടാവും. മോംസ്, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നോക്ക്, ഞാൻ കൂടെയില്ലേ?